ചേച്ചിയാണോ? ഡീ ഡീ ആ ചേച്ചി, എന്തുകൊണ്ട് ചേച്ചി വിശേഷമൊക്കെ? നീ എന്താടി ഇന്നലെ അയൽക്കൂട്ടത്തിന് വരാഞ്ഞത്? ഒക്കെ പോയായിരുന്നോ? ഓ, എനിക്ക് വരാൻ പറ്റിയില്ല. പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞ് സമയം അങ്ങ് പോയായിരുന്നു. കൊടുക്കുവാടി നീ? ഞാൻ വേണ്ട ഇവിടെ ഒക്കെ ഒന്ന് തൂക്കാവുന്ന കണ്ടിറങ്ങിയ മഴ. ഇന്നലെ മുട്ടൻ മഴയല്ലായിരുന്നോ, കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും വേണ്ട നല്ല മഴക്കോട് കൊണ്ട് നിൽക്കും. അപ്പം ഈ കരിയിലൊക്കെ ഒത്ത് വീണ് കിടക്കുന്നത്, അതൊന്ന് തൂത്ത് കൂട്ടാവുന്ന കണ്ടിറങ്ങിയതാ. എൻ്റെ മരുമോൾ എന്തേടി? അവളോട് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യത്തില്ലേ? അവളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണോടി, നീ തന്നെ ചെയ്യാതെ. നമ്മുടെ വീട്ടിലെ ജോലി നമ്മൾ ചെയ്യുന്നതിന് എന്തോ കണക്ക് പറയാനാ? അവൾ തന്നെ ചെയ്യണമെന്നുണ്ടോ? എനിക്കിപ്പം കുഴപ്പമില്ല, എനിക്ക് ആരോഗ്യമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതാ ഞാൻ തൂക്കാൻ തുടങ്ങി. അത്രയും നേരം വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. പിന്നെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തൂത്തുവാരിയെന്ന്, ഒരു പാത്രം കഴിയുമെന്ന് പറഞ്ഞാൽ അവനവൻ്റെ വീട്ടിലെ ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വരത്തില്ലല്ലോ. നമ്മുടെ മക്കളെയാണെങ്കിൽ നമ്മൾ സഹായിക്കത്തില്ലേ? അതുകൂട്ടേ ഉള്ളൂ. നമ്മൾ അങ്ങനെ കണക്ക് നോക്കിയിരുന്ന കാര്യം നടക്കത്തില്ലല്ലോ. എന്നാൽ ശരിയടി ഞാൻ പോവാണേ, നിൻ്റെ ജോലി നടക്കട്ടെ. ശരി, എന്നാൽ ഞാൻ പിന്നെ വരാവേ. ന്യൂസ് വല്ലതും കിട്ടുമോയെന്നറിയാൻ വന്നതാ. എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിക്കാനായിട്ട് വന്നതാ. ന്യൂസൊന്നും കിട്ടിയില്ലെന്ന് കണ്ടപ്പോൾ പോവാ. ചേച്ചിയായിരുന്നോ വന്നത്? അമ്മ എന്തിയാ മോളെ? അമ്മ ഉറങ്ങും ചേച്ചി. കയറിയിരിക്കും, ഇപ്പോൾ ഉണരുമായിരിക്കും. മോളെ കണ്ടിട്ട് ഒത്തിരി നാളായി. മോളെ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങി നിൽക്കുവാണോ? ഞാൻ എൻ്റെ കടയിൽ വരെ പോകാനായിട്ട് ഒരുങ്ങിയത് ചേച്ചി. മോള് തിരക്കായിരിക്കും. ഞാൻ എപ്പോഴും മോളെ കാണണമെന്ന് വിചാരിക്കും. വരുമ്പോഴൊന്നും മോളെ കാണാൻ പറ്റത്തില്ല. അമ്മയോട് വർത്താനം പറഞ്ഞിട്ട് പോകും. അപ്പം അമ്മ ഉറക്കമല്ലേ? മോളും കൂടെ എന്താ വഴക്ക് വല്ലതും ഉണ്ടോ? അയ്യോ, അമ്മ എന്തെല്ലാം പറയുന്നറിയാം അവിടെ വന്നിരുന്ന്. എന്തെല്ലാം മോള് ജോലിയൊന്നും ചെയ്യത്തില്ല, അങ്ങനെ എന്താ മോടെ കുഴപ്പം കൊണ്ടാ പിള്ളേരുണ്ടാകാത്തതെന്നൊക്കെയാ പറയുന്നത്. എൻ്റെ അമ്മ അങ്ങനൊന്നും പറയത്തില്ല ചേച്ചി, ആവശ്യമില്ലാത്തൊന്നും പറയാതെ. ഭയങ്കരം കുറ്റം പറിച്ചില്ല മോളെ. എപ്പോൾ നോക്കിയാലും മോടെ കുറ്റം അയൽക്കൂട്ടത്തിൽ വന്നിരുന്ന് പറയുന്നത്. മോളെ പക്ഷെ വരുമ്പോൾ അവള് ഇല്ല അകത്താന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് പറഞ്ഞു വിടും. ശേഷം വല്ലതും ഉണ്ടോ? വിശേഷമൊന്നും ആയില്ല ചേച്ചി ഇതുവരെ. ആവുമ്പോൾ അറിയിക്കാൻ ചേച്ചിയോട്, പ്രത്യേകം പറയാൻ ചേച്ചിയോട്. അവളുടെ കുഴപ്പം കൊണ്ടാകാത്തതെന്ന് അമ്മ പറയുന്നത്. അയ്യോ, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്നോ? ഞാൻ വിശ്വസിക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ. ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പല്ലേ? അതിനായി വരുമ്പോഴെല്ലാം മരുമോൾ എന്തിയെ, മരുമോൾ ജോലി ചെയ്യത്തില്ല എന്നൊക്കെ അവിടെ കാര്യം ചോദിച്ചുകൊണ്ടിരുന്നതല്ലേ? അത് നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഞാൻ എപ്പോഴും അവിടെ വന്നിരുന്ന് ഇതൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ കേട്ടതുകൊണ്ടല്ലേ അത് മനസ്സിലായി. ഇല്ലെങ്കിൽ അവിടെ മനസ്സിലാവശ്യമില്ലാത്ത കുത്തിവെച്ച് പോയിട്ട് ആവശ്യമില്ലാത്ത വഴക്ക് ഞങ്ങളുടെ വീട്ടിൽ നടക്കത്തില്ലായിരുന്നോ? നീ വരുവാണെങ്കിൽ നേരെ ചൊവ്വ വന്നിട്ട്, ഇവിടെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കിയാലാണെങ്കിൽ ഇങ്ങോട്ട് വന്നു പോയേക്കരുത്. നേരെ ചൊവ്വയാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് പോക്കണം കേട്ടല്ലോ. ഇവിടെ നിന്റെ വളച്ചിലുകളൊന്നും നടക്കത്തില്ല.